മുഖ്യമന്ത്രി സെലിബ്രിറ്റി അത് മാത്രമല്ലല്ലോ, മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനത്തിന്റെ ഭരണം നിർവഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആളല്ലേ അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന്റെ പുറകെ ഇങ്ങനെ പാപ്പരാസികൾ കൂടുന്ന സമയത്ത് അതുണ്ടാക്കുന്ന അപകടം നിസ്സാരമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന പോലെയല്ല മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് കുറച്ചും കൂടി ഈ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുകൊണ്ട് ഇത്തരം പാപ്പരാസികളെ ഒരു കാരണവശാൽ അടുപ്പിക്കരുത്. നിർത്തേണ്ടവരെ നിർത്തേണ്ട സ്ഥലത്ത് തന്നെ നിർത്തിയില്ലെങ്കിൽ പിന്നീട് വരും കാലത്ത് പിന്നെ അതിൽ ഖേദിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. അതുകൂടാതെ ഗുരുവായൂരിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നലെ രാത്രി 11 മണി തുടങ്ങി അവിടെ തൊഴാൻ നിന്ന് ആളുകൾക്ക് മുഖ്യമന്ത്രിയുടെ സുരക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് തൊഴാൻ സാധിക്കാതെ മടങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥ വന്നു എന്നുകൂടിയുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ അദ്ദേഹം ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. ആളുകളെ കാണണ്ടെന്നോ അല്ലെങ്കിൽ പൊതുജനങ്ങളുമായിട്ട് സംവദിക്കേണ്ടെന്നല്ല പറയുന്നത്. ജനകീയത വർദ്ധിപ്പിക്കാൻ വേണ്ടി എല്ലാ ആളുകളെയും കാണുകയൊക്കെ വേണ്ട. പക്ഷെ അനാവശ്യമായി ഇത്തരത്തിലുള്ള ആളുകൾ ഇടിച്ചു കയറുകയും ഈ മൊബൈലും പിടിച്ചുകൊണ്ട് പുറകെ നടക്കുന്നതൊക്കെ ശരിക്കും പോലീസുകാർ നിയന്ത്രിക്കേണ്ടതാണ്. രാജേട്ടാ നമസ്കാരം. നമസ്കാരം. രാജേട്ടാ, മുഖ്യമന്ത്രി VD സതീശൻ പൂക്കി മുഖ്യമന്ത്രി എന്നാണ് നമ്മുടെ ന്യൂജൻസി സമൂഹം ഇപ്പോൾ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം അതിന് ശരിക്കും എൻജോയ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് സ്ഥിരം ആളുകൾ കയറി ചെല്ലുന്നു, അതിനുശേഷം റീൽസ് എടുക്കുന്നു, ആ റീൽസ് പിന്നെ സെൽഫി എടുക്കുന്നു. ഇപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൽഫി സ്പോട്ടായിട്ട് മാറിയിട്ടുണ്ട്, തീർത്ഥാടന കേന്ദ്രം. കാരണം ഇതൊക്കെ നല്ലതാണ്, കാരണം സെക്രട്ടേറിയറ്റിലേക്ക് ആളുകളുടെ ഒഴുക്കൊക്കെ നല്ലതൊക്കെ തന്നെയാണ്. എന്നാൽ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ജോലി ചെയ്യാൻ സാധിക്കാത്ത രീതിയിലേക്ക് അത് മാറുക എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ യോഗങ്ങളും കാര്യങ്ങളും ഒക്കെ വിളിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിലയേറിയ സമയങ്ങൾ ഓഫീസിനകത്തേക്ക് ആളുകൾ കയറി ചെല്ലുക, അവിടെ നിന്ന് സെൽഫി എടുത്തിട്ട് അത് ഈ നീലക്കുയിൽ, പച്ചക്കുയിൽ, നീലക്കുറുക്കൻ പോലെയുള്ള ചാനലുകളിൽ, അതായത് ഈ സാധാരണ ഈ പെൺകുട്ടികൾ സിനിമാനടിമാരായിട്ടുള്ള ചില ആളുകളുടെ സ്ഥിരമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ചില പേജുകളുണ്ട്. ഈ മറ്റേ വേണമെങ്കിൽ പാപ്പരാസികൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ ഇദ്ദേഹം കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പാപ്പരാസികളുടെ ഒരു ഗ്രൂപ്പിനകത്ത് പെട്ട ഒരു അവസ്ഥയുണ്ട്. കാരണം ഇതിപ്പോൾ പുള്ളി എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം പുള്ളിക്കാരൻ ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോഴൊക്കെ അത് മുഖ്യമന്ത്രിയുടെ ഫോട്ടോയാണോ വരുന്നത്, മുഖ്യമന്ത്രിയുടെ വീഡിയോ ആണ് വരുന്നത്, ഓരോരോ കുട്ടികളുടെ കൂടെ നിന്നുള്ള വീഡിയോസ് വരുന്നു, അല്ലെങ്കിൽ ജെൻസികളുടെ കൂടെ നിന്നുള്ള വീഡിയോസ് വരുന്നു. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് VD സതീശൻ എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രിയെയാണ് കേരളം ഇവിടെ പ്രതീക്ഷിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കാരണം പ്രധാനപ്പെട്ട 2-3 വിഷയങ്ങളിൽ നിന്ന് പിന്നോക്കം പോയി കഴിഞ്ഞു. ഇപ്പോൾ മുനമ്പം വിഷയത്തിലൊക്കെ അവ്യക്തത നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതാണ്. അതുകൂടാതെ PSC നിയമനവുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം അതിൻ്റെ അകത്തുനിന്ന് പിന്നോക്കം പോരേണ്ടി വരുന്നു. കാരണം ഇതൊരു തമാശയല്ല, അല്ലെങ്കിൽ പാപ്പരാസികളുടെ കയ്യിലെ ഒരു കളിപ്പാവയായിട്ട് മാത്രം മുഖ്യമന്ത്രി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു സീരിയസ് ആയിട്ടുള്ളൊരു മുഖ്യമന്ത്രിയെ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടോ? അല്ല, മുഖ്യമന്ത്രി ഇപ്പോൾ നോക്കണ്ട. കാരണം അദ്ദേഹം അധികാരത്തെ ഏറ്റെടുത്തിട്ട് ആകെ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അതിൻ്റെതായ ചില ആഘോഷങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും സ്വീകരണം നടക്കുന്നത്. ഇപ്പം ഇന്ന് തന്നെ എറണാകുളത്ത് രാവിലെ സ്വീകരണം ഉണ്ടായിരുന്നു, വൈകുന്നേരം പറവൂരിൽ സ്വീകരണമുണ്ട്. ഇതൊക്കെ ആവശ്യമാണ്. കാരണം ജനാധിപത്യത്തിൻ്റെ ചില ആഘോഷങ്ങളൊക്കെ നല്ലതാണ്. പക്ഷേ ഈ ഇത്തരത്തിലുള്ള ഈ പാപ്പരാസി ചാനലുകൾ പുറകെ നടക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഓരോ മൊമെൻറ്റുകളും പകർത്തിയെടുത്ത് അത് കൊടുക്കുന്നതൊക്കെ ഇപ്പോൾ ഒരു രസമായി തോന്നുമെങ്കിലും കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും അത് ശരിക്കും ചെടിക്കും, ആളുകൾക്ക് ചെടിക്കും. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെതായ ചില മാന്യതകൾ പാലിച്ച് തന്നെ പോകുന്നതാണ് ഏറ്റവും നല്ലത്. എല്ലാ ആളുകൾക്കും എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാവുന്ന ഒരു ഇടമാക്കി മാറ്റാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അതിൻ്റെ അപകടങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഒരു മാനസിക വിഭ്രാന്തിയുള്ള ഒരാൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെയറിൽ കയറിയിരുന്ന സംഭവങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും. അതുകൊണ്ട് പിണറായിയെ പോലെ ഈ ഇരുമ്പ് അറയുണ്ടാക്കി അത് എൻ്റെ ഉള്ളിലിരിക്കണം എന്ന് പറയുന്നതും ശരിയല്ല. ഇതിനിടയിലായിരിക്കണം. ജനാധിപത്യ സംവിധാനത്തിൽ മുഖ്യമന്ത്രി അപ്രോച്ചബിൾ ആയിരിക്കണം. കരുണാകരനും AK ആന്റണിയും ഒക്കെ, EK നായനാരും VS അച്യുതാനന്ദനും ഒക്കെ മുഖ്യമന്ത്രിയായിട്ട് അവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഭയങ്കരമായി ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഈ കുറച്ച് കഴിയുമ്പോഴേക്ക് നിയന്ത്രണങ്ങളൊക്കെ വരുമായിരിക്കും. ഈ ദിവസങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഒരു വലിയ ആഘോഷത്തിന്റെ ഭാഗമായി ആണ് ഇങ്ങനെയുള്ള ഓപ്പണായി കൊടുത്തിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടത്, പല മുഖ്യമന്ത്രിമാരും പലപ്പോഴും പല വിവാദങ്ങളിലൊക്കെ ചെന്നുപെട്ടാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കുമായിരുന്നു. ഇപ്പം പിണറായി വിജയനെതിരെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് അദ്ദേഹം വാർത്താ സമ്മേളനങ്ങൾ അദ്ദേഹത്തിന് തോന്നിയാൽ മാത്രമേ വിളിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ക്യാബിനറ്റ് ബ്രീഫിംഗ് എന്ന് പറയുന്ന സംഭവം അദ്ദേഹം പൂർണ്ണമായി അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയുന്നു, 3 ചോദ്യങ്ങളെ ചോദിക്കുക, അപ്പോൾ സമയമായി, ശരി നിർത്തി എന്നൊക്കെ പറയുന്നതൊക്കെ ആയിരുന്നു ജനങ്ങൾക്കിടയിലുണ്ടായ അവമതിപ്പുണ്ടാക്കിയത്. പക്ഷേ ഇത് അമിതമായാലും വിഷമാവും എന്നുള്ളതാണ്.
ഒരുപാട് സ്വാതന്ത്ര്യം നൽകിയാലും വിഷമാവും. കാരണം 10 വർഷം 20 വർഷം മുന്നേ പോലെയുള്ളതല്ല. ഇപ്പോൾ എന്ന് പറയുന്നത് എല്ലാ വീട്ടിലും ഓരോ ചാനൽ ഉണ്ട് എന്നുള്ളതാണ്. മൊബൈലുള്ള എല്ലാ ആളുകളും ചാനൽ ഉടമകളാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പാപ്പരാസികൾ പിന്നീട് വലിയ രീതിയിലുള്ള അപകടങ്ങൾ വരുത്തി വയ്ക്കും. അതുകൊണ്ട് മുളയിലെ നുള്ളുന്നതാണ് ഏറ്റവും നല്ലത് വി ഡി സതീശൻ എന്നാണ്. ഇപ്പം ഇന്നിപ്പം രാവിലെ ഗുരുവായൂരിൽ ക്ഷേത്രനടയിൽ അദ്ദേഹം വേഷ്ടയൊക്കെ പോച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒക്കെ അദ്ദേഹത്തിൻ്റെ പുറകെ അദ്ദേഹം കൈ കൊടുക്കുന്നതും ആളുകളെ കൈകൂപ്പുന്നതും ആളുകളോട് വർത്തമാനം പറയുന്നത് എല്ലാം ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു തരത്തിലും അദ്ദേഹത്തിന് സ്വകാര്യതകൾ ഇല്ലാതാവുന്നു. അതുകൂടാതെ ഗുരുവായൂരിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ ഇന്നലെ രാത്രി 11 മണി തുടങ്ങി അവിടെ തൊഴാൻ നിന്ന ആളുകൾക്ക് മുഖ്യമന്ത്രിയുടെ സുരക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് തൊഴാൻ സാധിക്കാതെ മടങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥ വന്നു എന്നുകൂടിയുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. കാരണം ഈ തിക്കും തിരക്കും ഈ ഇങ്ങനെയുള്ള പാപ്പരാസികൾ ഒരു മൊബൈലും പിടിച്ച് ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ചുറ്റും കൂടുന്നതോടുകൂടി സെക്യൂരിറ്റി ഒരു വലിയ പ്രശ്നമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള കാര്യം വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ തുടക്കത്തിൽ തന്നെ അദ്ദേഹം ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. ആളുകളെ കാണണ്ടെന്നോ അല്ലെങ്കിൽ പൊതുജനങ്ങളുമായിട്ട് സംവദിക്കേണ്ടെന്നോ അല്ല പറയുന്നത്. ജനകീയത വർദ്ധിപ്പിക്കാൻ വേണ്ടി എല്ലാ ആളുകളെയും കാണുകയൊക്കെ വേണ്ട. പക്ഷെ അനാവശ്യമായി ഇത്തരത്തിലുള്ള ആളുകൾ ഇടിച്ചു കയറുകയും ഈ മൊബൈലും പിടിച്ചുകൊണ്ട് പുറകെ നടക്കുന്നതൊക്കെ ശരിക്കും പോലീസുകാർ നിയന്ത്രിക്കേണ്ടതാണ്. അത് നിയന്ത്രിക്കാൻ വേണ്ടി ആഭ്യന്തര വകുപ്പ് ഇടപെടേണ്ടതാണ്. അല്ലെങ്കിൽ വി ഡി സതീശൻ തന്നെ അതിൽ ഇടപെട്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ വേണ്ട, ഇത് എന്നെ പിന്നീട് ഇത് ബാധിക്കുമെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നതാണ്. അല്ലെങ്കിൽ അദ്ദേഹമായി വളരെ അടുപ്പമുള്ള ആളുകൾ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുകയും അവർ നിയന്ത്രിക്കേണ്ടത് ചില നിയന്ത്രിക്കണം എന്നുള്ള നിർദ്ദേശം കൊടുക്കേണ്ടതാണ്. അല്ല, ഇതിനകത്ത് എന്താണെന്ന് അറിയൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പുറകെ നടക്കുന്ന ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ കുറുക്കന്മാരൊക്കെ, അപ്പോൾ അല്ലെങ്കിൽ കുയിലുമാരൊക്കെ, ഇവരെ സംബന്ധിച്ചിട്ട് ഇവർക്ക് 5000-10,000 പെർ ഡേ കൊടുക്കാതെ ഒരു കാരണവശാലും ഇവർ ആരുടെയും പുറകെ നടക്കത്തില്ല. നമ്മളിപ്പോൾ ഈ വനിതാ തിയേറ്ററിലൊക്കെ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാവുന്നതാണ്. കാരണം അവിടെ ഒരു ആർട്ടിസ്റ്റിനെ ഫേമസ് ആക്കണം എന്നുണ്ടെങ്കിൽ അവരൊരു 10,000 രൂപ അല്ലെങ്കിൽ ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ ഒരു 10-15 ഇങ്ങനത്തെ പേജുകളുണ്ട്. ഈ പേജുകൾക്ക് ഒരു 5,000 ഒക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരെ ഒറ്റ ദിവസം കൊണ്ട് ഫേമസ് ആക്കി തരും. അത് ഒരു രീതിക്ക് നല്ലതാണ്. പക്ഷെ അത് സെലിബ്രിറ്റീസിനൊക്കെ, മുഖ്യമന്ത്രി സെലിബ്രിറ്റി അത് മാത്രമല്ലല്ലോ. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനത്തിന്റെ ഭരണം നിർവഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആളല്ലേ അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന്റെ പുറകെ ഇങ്ങനെ പാപ്പരാസികൾ കൂടുന്ന സമയത്ത് അതുണ്ടാക്കുന്ന അപകടം നിസ്സാരമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുമോ? അതാ പറഞ്ഞത്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ വളരെ അടിയന്തരമായി പാർട്ടി ഇടപെടേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ വി ഡി സതീശന്റെ ഓഫീസ് ഇടപെടേണ്ടതുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെടേണ്ടതുണ്ട്. കാരണം ഇത്തരം ആളുകളെ ഒരിക്കലും അങ്ങനെ കയറി വിടരുത്. അത് ജനാധിപത്യ സംവിധാനത്തിന് അപകടമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അത് ഡേഞ്ചറാണ്. മുഖ്യമന്ത്രി എന്ന നിലയിൽ പേഴ്സണലി അത് വി ഡി സതീശനും എതിരാണ്. പിന്നീട് എതിരായി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ ശ്രദ്ധിച്ചു വേണം ഇത്തരം ആളുകളെ കൈകാര്യം ചെയ്യാൻ. അല്ലെങ്കിൽ ഇത്തരം കക്ഷികളെ വളരെ കൃത്യതയോടുകൂടി കൈകാര്യം ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ പിറകിൽ നിഴല് പോലെ അപകടവും ഉണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, വി ഡി സതീശൻ എന്നുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കാനുള്ളത്, നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന പോലെയല്ല, മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് കുറച്ചും കൂടി ഈ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുകൊണ്ട് ഇത്തരം പാപ്പരാസികളെ ഒരു കാരണവശാൽ അടുപ്പിക്കരുത്. നിർത്തേണ്ടവരെ നിർത്തേണ്ട സ്ഥലത്ത് തന്നെ നിർത്തിയില്ലെങ്കിൽ പിന്നീട് വരും കാലത്ത് പിന്നെ അതിൽ ഖേദിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. ഈ വാഹന മോഡിഫിക്കേഷൻ്റെ ഒക്കെ കാര്യം ഇപ്പോഴോ ആ പത്രസമ്മേളനത്തിലൊക്കെ, സാധാരണ പത്രസമ്മേളനങ്ങളൊന്നും ഒരിക്കലും ഓൺലൈൻ മാധ്യമങ്ങളെ ഒന്നും അടുപ്പിക്കാറില്ല. പക്ഷെ ഇതിപ്പോ പ്രത്യേകിച്ച് ആരോ പറഞ്ഞു പഠിപ്പിച്ച പോലെ തന്നെ ഒരു പയ്യനെ കൊണ്ട് വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിപ്പിക്കുന്നു. അതിനനുസരിച്ചിട്ട് അദ്ദേഹം ഒരു പ്രത്യേക സ്മൈലി ഇടുന്നു. ആ സ്മൈലി പിന്നെ കേരളത്തിലെ എല്ലാ ബ്രാൻഡുകളും എടുത്ത് അവരുടെ പരസ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു, പല സ്ഥലങ്ങളിൽ അത് ഉപയോഗിക്കുന്നു. ഇതൊക്കെ ഒരു രസമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹം ഇതൊക്കെ ശരിക്ക് ആസ്വദിക്കുന്നുണ്ടാവും. പക്ഷെ ഇതിൻ്റെ പിറകിലുള്ള ഒരു വലിയ അപകടം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി കാണാതെ പോകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം ആരോഗ്യകരമായിട്ടുള്ള ചോദ്യങ്ങൾ ഉയരേണ്ട സ്ഥലമാണ് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം എന്ന് പറയുന്നത്. ആ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനങ്ങളിൽ ഉയരേണ്ട ചോദ്യം എന്താണെന്ന് വെച്ചാൽ, വാഹന മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് നടക്കാൻ പോകുന്ന ഒരു സംഭവമല്ല എന്ന് ഇവിടെ നിയമമറിയാവുന്ന ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. പക്ഷേ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എങ്ങനെ പത്രസമ്മേളനങ്ങളിൽ ഉയരുന്നു? പത്രസമ്മേളനങ്ങളിൽ ഉയരേണ്ടത് എന്താണ്? ഈ സർക്കാർ വരും കാലഘട്ടത്തിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒക്കെയുള്ള ചോദ്യങ്ങൾ ഉയരേണ്ട ഒരു സ്ഥലമല്ല. അല്ലെങ്കിൽ പുതിയ ബഡ്ജറ്റ് എന്താണ് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, പുതിയ പോലീസ് നയം എന്താണ്, UDF തീരുമാനങ്ങൾ എന്താണ്, ഇതിങ്ങനെയൊക്കെ മദ്യനയം എന്താണ്, ഇതിനെക്കുറിച്ച് വിദ്യാഭ്യാസ നയം എന്താണ്, ഉന്നത വിദ്യാഭ്യാസ യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടേണ്ട വളരെ സീനിയർ ആയിട്ടുള്ള മാധ്യമ പ്രവർത്തകർ വന്നിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലേക്ക് ഇതുപോലെയുള്ള പാപ്പരാസികളെ വിളിച്ച് കയറ്റിയിരുത്തി അനാവശ്യമായ ചില ചോദ്യങ്ങൾ അതുവഴി ഉണ്ടാക്കുന്ന പബ്ലിസിറ്റി
പബ്ലിസിറ്റി അത് നാളുകളിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് വലിയ ശാപമായിട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ജെൻസി സമൂഹത്തെ കൂട്ടി നിർത്തണം. ഇവിടെ ജെൻസി സമൂഹം അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നത്തിൽ ഏറ്റവും വലുതാണ് ഇവിടുത്തെ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുകൂടാതെ ഇവിടുത്തെ പല എഞ്ചിനീയറിംഗ് കോളേജുകളും ഇന്ന് അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ്. ആ എഞ്ചിനീയറിംഗ് കോളേജുകളെയൊക്കെ എങ്ങനെ വേറൊരു രീതിയിലേക്ക് മാറ്റാൻ സാധിക്കും, അല്ലെങ്കിൽ വിദേശ യൂണിവേഴ്സിറ്റികളൊക്കെ ആയിട്ട് എങ്ങനെ അസോസിയേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ അതുകൂടാണ്ട് നമ്മളുടെ സിലബസുകൾ അപ്ഡേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. കാരണം ഈ 10 വർഷത്തിന് ശേഷം ഇന്ത്യയിൽ എന്ത് സംഭവിക്കുമോ അതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് ഗവേഷണം നടത്തി ആ രീതിയിലേക്ക് നമ്മുടെ സിലബസുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇതൊക്കെയാണ് ജെൻസി സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ടത്. മറിച്ച് റീൽസ് ഇട്ട് മാത്രം നടക്കുന്ന ജെൻസി സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഡയലോഗ് ഇട്ട് അതിൽ മതിമറന്നു പോയി കഴിഞ്ഞാൽ മുഖ്യമന്ത്രി നാളുകളിൽ അതിനെ പശ്ചാത്തപിക്കേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്.